ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ക്ഷമ. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ആലോചിക്കുന്ന ആ ഒരു വിഷയമാകണമെന്നില്ല പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ക്ഷമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ക്ഷമ. അത് അനുദിന ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും ദുരിതങ്ങളും തകർച്ചകളൊക്കെ മാറി മാറി വരുമ്പോൾ ഇത് സ്വാഭാവികമായി നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കും, വിശ്വാസത്തെ തകർത്ത് കളയും. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും, പ്രാർത്ഥനാ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും. ഈ അനുഭവത്തിലും ശ്രദ്ധിക്കണേ, നമ്മുടെ വിശ്വാസം ക്ഷയിക്കാൻ സാധ്യതയുള്ള അനുഭവത്തിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയാണ് ക്ഷമ. പരിശുദ്ധാത്മാവ് തരുന്ന ക്ഷമതാണ്. അതായത് കർത്താവ് അനുവദിക്കുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിൽക്കാനും കർത്താവ് അനുഗ്രഹിക്കുന്നത് വരെ കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ എളിമയോടെ നിൽക്കാനുള്ള ശക്തിയാണ്, ധൈര്യമാണ് ക്ഷമ. ഈ ക്ഷമയുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിച്ച് ആരോടെങ്കിലും ക്ഷമിക്കുക എന്ന് മാത്രമുള്ളതല്ല, അതിനേക്കാൾ ഉന്നതമായ ഒരു വിളി പരിശുദ്ധാത്മാവിന്റെ ഫലമായ ക്ഷമ എന്ന് പറയുന്നത് വിശ്വാസം ക്ഷയിക്കാൻ സാധ്യതയുള്ള അനുഭവങ്ങളിൽ ധൈര്യത്തോടെ ശക്തിയോടെ നീ കർത്താവിനോട് ഐക്യപ്പെട്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ക്ഷമ. ഈ ക്ഷമ നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശരിക്കും വിശ്വാസം ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിരന്തരം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് തടസ്സവും പ്രതിസന്ധിയും കൂടുതൽ തകർച്ചകളൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. അനുഭവങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ ധൈര്യം, ക്ഷമ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ബൈഹാർട്ട് ചെയ്യുന്ന വചനഭാഗം ബൈബിൾ എടുക്കുക, അത് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രത്യേക നിയോഗം, പ്രാർത്ഥനാ നിയോഗം അതിനെ മധ്യത്തിലേക്ക് എടുത്ത് വെക്കുക, എഴുതി വെക്കണം. 19 മർക്കോസ് 13:13. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മർക്കോസ് 13:13. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, അപ്പോഴും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മൾ പാലിക്കേണ്ട ഒരു സുകൃതം, മോളെ മോനെ, നിന്നെ മനസ്സിനെ ജീവിതത്തെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിലും നീ നിന്നോട് പറയണം, എൻ്റെ വിശ്വാസത്തെ തകർക്കാൻ ഈ വിഷയത്തിന് പറ്റില്ല എന്ന് നീ നിന്നോട് നോക്കി എന്ന് സംസാരിക്കുക. അത് ഈ ദിവസക്കാലം മുഴുവനും നീ നിന്നോട് പറയണം, ഈ വിഷയത്തിന്, ഈ രോഗത്തിന്, ഈ സഹനത്തിന്, ഈ തടസ്സത്തിന് എൻ്റെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ പറ്റില്ല. ആമേൻ. God bless you. See you tomorrow.